ഒക്കെ സെറ്റ് അല്ലേ? ഓക്കെ ആണ് സാർ. ലൈറ്റ്സ് ഓൺ, ക്യാമറ റോളിംഗ്, റോളിംഗ് സാർ. ആക്ഷൻ. മോനെ തുടങ്ങി. ഹായ് ഓൾ, എൻ്റെ പേര് കുട്ടൻ. ഞാൻ കുട്ടിക്കാനത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 2 കുട്ടികളാണ്. എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ് പണി. മോനെ കുട്ടാ, ഇത്ര പരത്തി പറയണ്ട, കുറച്ച് സിമ്പിൾ ആക്കി പറയട്ടോ. വീട്ടില് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ഞാനാണ്. അനിയത്തിക്ക് അതിൽ അതെ അതെ അതെ, പേര് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ, തുടങ്ങിക്കോ. എന്റെ പേര് സ്വാതി. വീട്ടില് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ഞാനാണ്. അനിയത്തിക്ക് അതിൽ എന്നോട് ചെറിയ അസൂയൊക്കെ അതെ, ഉണ്ട്. ഇതൊന്നുമല്ല ഇവിടെ പറയേണ്ടത്. പിന്നെ ഇവിടെ എന്താ പറയണ്ടേ? എവിടെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. എന്നാരും പഠിപ്പിക്കണ്ട, എനിക്കാരും പേടിയില്ല. അതെ, നിങ്ങളുടെ അംബീഷൻ അതെന്താന്ന് ഇവിടെ പറഞ്ഞാൽ മതി. അതെ, ഇതന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, അതിലേക്കാണ് മിസ്റ്റർ വരുന്നത്. കഴിഞ്ഞ വിഷുവിന് പപ്പടം കുത്തി കൊണ്ട് കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇൻഫെക്റ്റ് ആയിട്ട്. അവിടെ ഉണ്ടായിരുന്ന നേഴ്സായിരുന്നു ഇൻജെക്ട് ചെയ്ത്. എന്നിട്ട് എന്നിട്ടെന്താ, ഒരു ഓട്ടോ സ്റ്റാർട്ട് ആകുന്നപ്പോൾ ഞാൻ ആ വീട്ടിലോട്ട് എഞ്ചിനൊക്കെ അയച്ച് പറിച്ച്. എന്താ അവന്റെ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാ അച്ഛന് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടാന്ന് പറഞ്ഞു. ഞാൻ 2 മാങ്ങ തപ്പാനായിട്ട് ഇറങ്ങി. അപ്പതാ ഗിരിജേച്ചിന്റെ വീട്ടില് ഫുൾ മാങ്ങ. ഞാൻ പോയിട്ട് അയമ്മന്റെ അടുത്ത് 2 മാങ്ങ ചോദിച്ചു. അപ്പൊ അയമ്മന്റെ അടുത്ത് പറയാ, വേണമെങ്കിൽ കടയിൽ പോയി മേടിച്ചോടിന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചതാ. എന്ത് തീരുമാനം? അന്ന് തന്നെ ഇഞ്ചക്ഷൻ വെച്ച് കരയിപ്പിച്ചില്ല ഒരു നേഴ്സ്. അവരെ പോലെ ഞാനൊരു നേഴ്സാവും. 2 മാങ്ങ കിട്ടിയില്ലെങ്കിൽ എന്താ, ഒരുപാട് ചക്കയും മാങ്ങയും തേങ്ങയും കൃഷി ചെയ്യുന്ന പരിപാടി ഞാൻ പഠിക്കും. BSc ഹോർട്ടിക്കൾച്ചർ. അതാണ് എന്റെ അംബീഷൻ. അന്ന് കേടായ അച്ഛൻ്റെ ഓട്ടോയ്ക്ക് പകരം സ്വന്തമായ ഒരു ഓട്ടോ ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് എഞ്ചിനീയറാവുകയാണ് എൻ്റെ അംബീഷൻ. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ പഠിക്കുന്നത്? അപ്പോൾ +1 ഒക്കെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ആംബിഷൻ നേടിയെടുക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അതിന് +2 നല്ല മാർക്കാണോ നേഴ്സിംഗിന് പോകാൻ? പിന്നെ വേണ്ടേ? ആ, അതറിയാവുന്നത് കൊണ്ടാണല്ലോ ഞാൻ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തത്. ഡെയിലി ലൈവ് ക്ലാസ് കാണും, റെക്കോർഡ് ക്ലാസ് കാണും, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഓ, അപ്പം അതിൽ ചേർന്നാൽ മതിയല്ലേ? ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന നിങ്ങൾ ആരാണ് എന്ന പരിപാടിക്കും ഡയറക്ടർ ചേട്ടനും ക്യാമറ ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ ഞാനങ്ങോട്ട്